ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഇന്നലെ ഇട്ടുണ്ടായി. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കി സപ്പോർട്ടാക്കണം. നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ചപ്പും തണ്ടും എല്ലാം കൂടിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പം നമുക്കിത് ഫസ്റ്റ് വേവിക്കാൻ വെക്കാം. തണ്ടല്ല ഇടുമല്ലേ? തണ്ട് ഈ ചപ്പിന് ഈ ബാക്കിലെല്ലാം ഈ പുഷു മാറാലെല്ലാം കൂടിനെ നോക്കിയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ അങ്ങനെ ഇടാം. ഇതിലൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഈ തണ്ടിന് നല്ലോണം ഇങ്ങനെ ഒടിച്ചാല് ഇതിന്റെ ഈ രസമല്ല, ഇതിന്റെ ഈ ഒരു നീല കളർ വെള്ളമുണ്ട്, ആ വെള്ളമെല്ലാം ഇറങ്ങാൻ നല്ല ഇതാവും, ഈസി ആവും. പിന്നെ ഇങ്ങനെ ഈ പുഷുക്കെടെല്ലാം ഉള്ളതിന് നമുക്ക് കളയാം. ഇതിന്റെ വെള്ളം മാത്രല്ല എടുക്കുന്നത്, കുറച്ചായാലും മതി. അതിന്റെ കളറാവും ഇത് തിളച്ചിട്ട് ഈ വെന്ത് വരുമ്പോ ഇതിന്റെ വെള്ളം. അപ്പൊ നമുക്ക് ഇതിന് നല്ലോണം ഒന്ന് കഴുകിട്ട് വേവിക്കാൻ പറ്റാം. ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. കുറേ വെള്ളം വേണമെങ്കിൽ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ആവശ്യം ഉണ്ടാവും അത്ര ഒഴിച്ചു കൊടുക്കും. ഈ ചപ്പും തണ്ടും ഇതിന് മേലെ വെള്ളം ഇരുന്നാൽ മതി. അപ്പൊ നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന്റെ അത്ര നേരം വേവണം. അടുപ്പിലാണെങ്കിൽ നല്ലതാ. നമ്മളിപ്പോ അടുപ്പ് തീയെല്ലാം കെട്ടുപോയിന്, അങ്ങനെ നമ്മളിപ്പോ ഗ്യാസിൽ വെച്ച 1/2 kg വെല്ലം കൊണ്ടിന്. അപ്പൊ നമുക്കത് ആവശ്യത്തിനുള്ളത് എടുക്കാം. നമുക്ക് മധുര ജാസ്തി വേണമെങ്കിൽ മധുര ജാസ്തി ഇടാം. വെളുത്ത വെള്ളം, അതെ വെളുത്തത് ഇങ്ങനത്തെ ചെറിയ ചെറിയ അച്ചു വെല്ലം. ഇതൊരു ഇത്ര ഇടായിപ്പോ അല്ലേ? അപ്പൊ ഇതിന് ഇത്ര വെള്ളം. ചപ്പെല്ലാം വേവുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ പണിയെല്ലാം എടുത്തു വെക്കാം. തിളക്കുന്നുണ്ട്, ഇതാ കണ്ട, തിളച്ച് വരുന്ന നേരത്തെ ഇതിന്റെ കളർ നോക്കി ചേഞ്ച് ചെയ്യേ. നീല കളറായി. തണ്ട് നല്ല ഇതിന്റെ രസം ഇറങ്ങണം, നല്ലോണം തിളക്കട്ടെ. ഇത് ഇപ്പൊ ഇതിലേക്ക് ഇട്ടു. പാല് ഇതിലൊഴിച്ചിട്ട് നമുക്കിതിന് വേവിക്കാം. പാലിൻ്റെ പാത്രം കഴുകിയിട്ട് ഒരു കുറച്ച് വെള്ളം നല്ല വേവട്ടെ, തിളച്ച് വെന്തോട്ടെ. ഇതിന്റെ കളറ് നമ്മൾ കുറച്ചും കൂടെ വേവിക്കാൻ വെക്കണമെങ്കിൽ ഇതിന്റെ കളർ വേറെ നീല കളറായില്ല, കറുപ്പ് നീലാവും. ഇത് കുറച്ച് ഇതിന്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ബാലേട്ടനൊക്കെ നമ്മള് ഇത് എപ്പോഴും പഞ്ചസാര പിന്നെ ഇങ്ങനെ പായസം മുമ്പിൽ തന്നെ നമ്മൾ ഇത് തിളച്ചപ്പാട് എടുത്ത് കൊടുക്കും. നല്ലത് അത്ര ഇത് തടിക്ക്, അതിനെ കൊണ്ട് ഇതാ കൊടുക്കാനേ ഒഴിച്ചു വെച്ചിന്. അപ്പൊ ഈ വെള്ളത്തിലേക്ക് വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഇല മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കളർ കണ്ട നീല കളറായില്ലേ? ഇതാ നല്ല കളർ. പായസം ഇതേ കളറാവും. ഇതാ വെള്ളം പോലെ
വേറെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു മണം ഉണ്ടാവും. ഇതിന്റെ മണേ നല്ലൊരു നല്ല മണം ഉണ്ട്. ഇപ്പൊ ഇതിന് പഞ്ചസാര ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ചപ്പ് അങ്ങനെ തണ്ടടക്കം വേവിച്ചിട്ട് അതിന്റെ വെള്ളം ഊറ്റിയെടുത്തതാ. ഇതന്നെ അതിന്റെ മറന്നു. ഇത്ര കുറിച്ച് മതി. പാലില് കിടന്ന് ഇതാ നല്ല വെന്ത്, പാലെല്ലാം പറ്റിയതാ, വെന്ത് വണ്ണ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളം ആവുന്നത് വരയ്ക്ക് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അമ്മു അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് പായസം വേണമെന്ന്. ഇന്ന് രാവിലെ അവള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് ഈ പായസത്തിന്റെ ഓർമ്മയത്. ഇപ്പൊ ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇതിന്റെ ഒന്നും ഓർമ്മയില്ല. ആട്ടി മാസത്തിൽ എന്തെല്ലാം ആക്കുമെന്ന് പറഞ്ഞാല് ചേമ്പ് താള് കറി, പിന്നെ പത്രോട, പിന്നെ ഇത് ആട്ടിച്ചപ്പിന്റെ പായസം, പിന്നെ അങ്ങനെ കൊറേ എന്തെല്ലാം നാടൻ കോഴി ഇറച്ചി കറി, ഇങ്ങനത്തെ എല്ലാം ആക്കൂ. അപ്പൊ ഇതൊന്നും ആക്കിയിട്ടില്ല ഇവിടെ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും ഇല്ല, അമ്മയും ഇല്ല, പിന്നെ അച്ഛനും ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടാൾക്കായിട്ട് എന്തിനാ ഇതെല്ലാം ആക്കണത് പറഞ്ഞിട്ട് അങ്ങനെ ഈ പായസം ഒന്ന് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പായസത്തിലേക്ക് ഇറങ്ങി. ഊറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറണ്ട് പോയി. അതെ, കറണ്ട് പോയി എൻ്റെ ഇടയ്ക്ക്. കളർ നോക്കി ഇങ്ങനെ അതിന്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് നമുക്ക് സാബുനരിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ നമ്മള് പാലൊഴിച്ചത് കൊണ്ട് ഇത് ഈ കളർ വന്നത്. ഫസ്റ്റെല്ലാം നമ്മുടെ അമ്മന്റെ എല്ലാം ആക്കണത് വെറും അരി വേവിച്ചിട്ട് ഇതേ വെള്ളത്തിൽ വേവിച്ചിട്ട് ആക്കണത്. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സാബുനരിയിലാക്കിയത്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പാലെല്ലാം ഒഴിച്ചത് കൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് നെയ്യ്. അതെ, പശു നെയ്യ് ഇടണം. പിന്നെ ഇത് കുറച്ച് വെള്ളം പോലെ ഉള്ള കൊണ്ട് നമുക്ക് റവ ഉണ്ടല്ലോ, ചെറിയ റവ, അത് ഒരു ലേസം ഒരു അര ഗ്ലാസിന്റെ അത്ര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് ഗട്ടിയാവും. ഇത് രാവിലേക്കെല്ലാം ആവുമ്പോ ഇത് തന്നെ ഗട്ടിയാവും. നല്ല കൊഴുപ്പുള്ള ഇതല്ലേ ഇത്. ഇതിന് വെല്ലം തന്നെ വേണമെന്നില്ല, പഞ്ചസാരയിലും ആവും, ഒന്നും കുഴപ്പമൊന്നുമില്ല. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അതെ, പായസം റെഡി ആവണം. അങ്ങനെ കറണ്ടും വന്നു. തിളക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഒരു 4 ഏലക്ക് ഞാൻ പൊടിച്ചിട്ട് ചതച്ചിട്ട് ഇടുന്ന. കളർ നോക്ക്, ഇപ്പൊ ഒരുമാതിരി കറുപ്പ് നീല കളറായി, കറുത്ത നീല. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് നെയ്യ് കൊണ്ട് വറുത്തിട്ട് വറുത്തിട്ടിടാം. ചെറിയ തേങ്ങ കട്ടാക്കിയിട്ട് ചെറിയ പീസ് നെയ്യ് കൊണ്ട് വറുത്തിട്ട് അത് ഇട്ടാല് ചുവന്ന നിറം വന്നെങ്കിൽ ഇട്ട നല്ല ടേസ്റ്റ് ഇട്ട് കൊടുക്കാം. നെയ്യ്, പശു നെയ്യ് ഒരു 2 സ്പൂൺ, 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിതാ നെയ്യ് ചൂടായി. നേരത്തെ പറഞ്ഞ മാതിരി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതെ, അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് ഇതായ പിന്നെ ഒരു ചുവന്ന നിറം വന്നുകൊണ്ട് മുന്തിരിങ്ങ ഇടാം. മുന്തിരി ഇട്ടിട്ട് ആയ പിന്നെ അത് വലിയ ടൈറ്റനാവും. നല്ല റോസ്റ്റായി. പായസം ഓഫാക്കിയേ.
നമ്മൾ ആടി പായസം റെഡി. ആടി പായസം റെഡി അല്ലേ? ഇതാ നല്ല കളറ്, നല്ല ടേസ്റ്റ്, നല്ല മണം. ടേസ്റ്റ് ഉണ്ടോ നോക്കണ? ആ നോക്ക്. ഈ വെള്ളത്തില് കുറച്ച് ഉപ്പ് ഉണ്ടാവും, അതിനെ കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഉപ്പ് വെള്ളത്തിലുണ്ടാവല്ലേ? ഒരു ലേശം ഇട്ടാൽ നല്ല ഉണ്ടാവും ടേസ്റ്റ്. സൂപ്പർ, അടിപൊളി പായസം. ഇവിടെ എന്ത് ബാർലി അറിയാ? എന്ത് സാബുനരി പറയാ? അതെ, സാബുനക്കി അല്ല. നല്ലൊരു ആ ചപ്പന്റെ ഒരു മണവും ആ നെയ്യും പിന്നെ അണ്ടിപരിപ്പ് മുന്തിരിങ്ങ എല്ലാം വറുത്തിട്ട കൊണ്ട് അടിപൊളിയായി പായസം. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതേപോലെ ആക്കിട്ട് കുടിക്കും. അതെ, ആടി പറഞ്ഞിട്ട് വരുമ്പോ. അങ്ങനെ നമ്മുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, നമ്മൾ കൊല്ലത്തിനൊക്കെ ആടി പറഞ്ഞിട്ട് വരുമ്പോ ഇത് മധുര വെക്കണേ. അതെ, ആ ചപ്പെല്ലാം വേലി കൊണ്ട് പറിച്ച് കൊണ്ടിട്ട് ആരെങ്കിലും നമ്മൾ പറിക്കാൻ ടൈം ഉണ്ടെങ്കിൽ ആരും കൊണ്ടു കൊടുക്കും. അത് വെച്ച് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നിങ്ങളും ആക്കി നോക്കിയിട്ട് നമുക്ക് കമന്റിൽ അറിയിക്കണം. പിന്നെ അതേമാതിരി നമുക്ക് സപ്പോർട്ട് ആക്കണം. വീഡിയോയില് കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് ആവാനുണ്ട് നമുക്ക്. അങ്ങനെ പിന്നെ ഇപ്പൊ എപ്പോഴും വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇപ്പോ. അതുകൊണ്ടാണ്. പിന്നെ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.